പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 19-ാം തീയതി നമ്മുടെ ഗ്ലോബൽ പ്രെയർ ആൻഡ് ഫാസ്റ്റിങ്ങിൻ്റെ 5-ാം ദിവസം, ലാസ്റ്റ് ഡേയിൽ ഹല്ലേലൂയ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത് ഓർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചത്, എത്ര അതിശയകരമായിട്ടാണ് സൂക്ഷിച്ചത്. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചു, നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്നു. കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് കരമുയർത്തിയോണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചു. ദൈവിക സംരക്ഷണ വലയത്തിനകത്ത് നമ്മളെ ആക്കി. രാത്രിയിലെ ഭയത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി പറ, കർത്താവെ രാത്രി തന്ന സംരക്ഷണത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. നമ്മൾ എഴുന്നേറ്റൊന്നും നമുക്ക് ഒരിക്കലും അവകാശം പറയാൻ പറ്റത്തില്ല. ദൈവകൃപയാൽ നമ്മൾ ഉണർന്നു എന്ന് പറയണം. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ എഴുന്നേറ്റു. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 56:11 പറയുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ ദൈവത്തിന് മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് കർത്താവിൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചല്ലോ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ഫാസ്റ്റിംഗ് പീരീഡിൻ്റെ 5-ാമത്തെ ദിവസമായത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ, ഒരിക്കലൂടെ സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ, സ്തോത്രം. ഈ പകൽ അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കഴിഞ്ഞ നാളുകളിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുകയും ഇന്നുമായിരിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. അസാധാരണമായ ദൈവകൃപയാൽ തൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിന് സ്തോത്രം. ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിൻ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ, ശാപത്തിൻ്റെ മുഖങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പാരമ്പര്യമായി കടന്നുകൂടിയിരിക്കുന്ന രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോക്കട്ടെ. പാരമ്പര്യമായി വന്ന എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കളിൽ നിന്ന് ബ്രേക്കായി പോകട്ടെ. പാരമ്പര്യമായി കടന്നു വന്ന ബ്ലഡ് പ്രഷർ, പാരമ്പര്യമായി കടന്നു വന്ന ഡയബറ്റീസ്, അതുപോലെ പാരമ്പര്യമായി കടന്നു വന്നിരിക്കുന്നതായ മൈഗ്രെയിൻ മാതിരിയുള്ള രോഗങ്ങൾ ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്ത് കളയുന്നു. നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാരമ്പര്യ രോഗശക്തികൾ വിട്ടുപോട്ടെ. ദൈവത്തിൻ്റെ ശക്തി തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പൂർണ്ണമായ സ്വാതന്ത്ര്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു ലോർഡ്. അപ്പോൾ അതുപോലെ മറ്റ് എല്ലാ ആവശ്യങ്ങളിലും തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കർത്താവ് ഇരിക്കണം. ആമേൻ. സമാധാനവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണം. ഭയം മാറിപ്പോകട്ടെ. ദൈവിക സ്വസ്ഥതകൾ ഉണ്ടാകട്ടെ. ടെസ്റ്റ് റിപ്പോർട്ടുകൾ നോർമലാകട്ടെ. സ്കാനിങ് റിപ്പോർട്ടുകൾ നോർമലാകട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവെ, എല്ലാ ഭയങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കണം. അവർ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിത്തീരണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം കർത്താവെ, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ചില വസ്തു കച്ചവടങ്ങൾ നടന്ന് ചില കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിച്ചു നടക്കാതിരിക്കുന്ന വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ആകട്ടെ. ദൈവികാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചില നിയമ നടപടികൾ ആമേൻ ഇവർക്ക് അനുകൂലമായി തീരട്ടെ. നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ദൈവിക നന്മകൾ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ദൈവിക അനുഗ്രഹങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. എല്ലാ നിയമപരമായ തടസ്സങ്ങളും മാറി കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അവസാന ദിവസമാണല്ലോ ഇന്ന്. കർത്താവ് പ്രത്യേകമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് സ്തോത്രം. ഈ കഴിഞ്ഞ 4 ദിവസം അനുഗ്രഹിച്ചതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളത്, ഇന്ന് രാത്രി
പതിവ് പോലെ നമ്മുടെ 5-ാം ദിവസത്തെ മീറ്റിംഗ് ഉണ്ടാകും. അതുപോലെ നാളെ രാവിലെ ഇന്ത്യൻ സമയവും 9:30 രാവിലെ 9:30 സഭായോഗം ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് രാവിലെ കർത്താവ് തന്നിരിക്കുന്ന സങ്കീർത്തനം 40-ാം അധ്യായത്തിൽ നിന്നുമാണ്. സങ്കീർത്തനം 40. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ആമേൻ, ആമേൻ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അപ്പം വെയിറ്റിംഗ് എന്ന് പറയുന്നത്, കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബലഹീനത കൊണ്ടല്ല. കാത്തിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്, അല്ലാതെ ബലഹീനത കാരണമല്ല കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾ ബലഹീനരായതുകൊണ്ടല്ല. നമുക്കറിയാം അവിടെ ട്രെയിൻ വരുമെന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇതുപോലെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. ആമേൻ. ഈ അവസാനത്തിൻ്റെ ഈ ഗ്ലോബൽ ഫാസ്റ്റിംഗ് പറഞ്ഞ 5-ാമത്തെ ദിവസം, ഈ കഴിഞ്ഞ 4 ദിവസവും നമ്മൾ കാത്തിരിക്കുകയായിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയായിരുന്നു. ആമേൻ, ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം ആമേൻ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കേട്ടതിനായിട്ട്, തള്ളപ്പെട്ടിട്ടില്ല, ദൈവസന്നിധിയിൽ കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസവും നമ്മുടെ ആമേൻ ആഗ്രഹങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ യേശുക്രിസ്തുവിലൂടെ അവിടെ റീച്ച് ചെയ്തതിനായിട്ട്, എത്തിയതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഇത് ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. കർത്താവ് എന്നാ ചെയ്തു? അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ അടുക്കിലേക്ക് ആമേൻ ചാഞ്ഞു വന്നിരിക്കുക കർത്താവ്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഉള്ള ആ അവസരം കിട്ടും. നമ്മൾ ദൂരെ ഇരിക്കുന്ന കർത്താവിൻ്റെ അടുക്കലല്ല ഇരിക്കുന്നത്, നമ്മുടെ സമീപത്തിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറയുക, എന്നെ എന്നാക്കെ ചെയ്തു? നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഡിലേകളും മാറിയതിനായിട്ട് സ്തോത്രം, എല്ലാ സ്ട്രഗിൾസും മാറിയതിനായിട്ട് സ്തോത്രം, എല്ലാ കൺഫ്യൂഷൻസുകളും മാറിയതിനായിട്ട് സ്തോത്രം, സ്റ്റെബിലിറ്റി തന്നതിനായിട്ട് സ്തോത്രം, എസ്റ്റാബ്ലിഷ് ചെയ്തതിനായിട്ട് സ്തോത്രം. കാരണം അവിടെ പറയുന്നത്, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, ആ പാറയാകാരാകുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. എന്നിട്ട് എൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രാർത്ഥനയും ഉപവാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമായി പോകത്തില്ല. ദർ ഇസ് എ ലിഫ്റ്റിംഗ് കമ്മിങ് ഇൻ യുവർ ലൈഫ്. ഒരു ഉയർച്ച, ആമേൻ, ഒരു സ്റ്റെബിലിറ്റി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നു, 3-ാമത്തെ വാക്യം പറയുന്നു, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എല്ലാവരും പറ, പുതിയൊരു പാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യ പ്രാർത്ഥനയായിരുന്നു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതിന് പുതിയൊരു പാട്ടാണ്. അതെന്താ പാട്ട്? അതൊരു സാക്ഷ്യത്തിൻ്റെ പാട്ടാണ്, അതൊരു മഹത്വത്തിൻ്റെ പാട്ടാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു പബ്ലിക് എവിഡൻസ് ആണ്. എന്താണ്? ആമേൻ, എൻ്റെ കണ്ണുനീർ താഴ്വരയെ അല്ലെങ്കിൽ എൻ്റെ ബാഖായെ അവൻ ബരാഖയാക്കി മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മ, കാത്തിരിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മ. അവൻ എന്ത് ചെയ്യും? അത് പുതിയൊരു പാട്ട് തരും. അത് സന്തോഷത്തിൻ്റെ പാട്ട്, ദ ടൈം ഓഫ് താങ്ക്സ് ഗിവിങ്. ആമേൻ, ദൈവം ചെയ്ത നന്മകളെ കീർത്തിക്കുവാൻ, ഘോഷിക്കുവാൻ കർത്താവ് നമുക്ക്, ഹല്ലേലൂയ, സ്തോത്രം, അവസരം തന്നിരിക്കുക. ആമേൻ. അതുമാത്രമല്ല, അത് കണ്ടനേകർ എന്തു പറയും? ഭയപ്പെട്ട് കർത്താവിൽ ആശ്രയിക്കുക. അപ്പം ഈ പ്രാർത്ഥനയും ഉപവാസവും കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ ഇടവരും. യേശുവിൻ്റെ നാമത്തിൽ ആമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഒന്നുകൂടെ ആമീൻ പറഞ്ഞാട്ട്. യഹോവയെ തൻ്റെ ആശ്രയമാക്കുകയും ആമീൻ നിഗളികളെയും വ്യാജത്തിലേക്ക് തിരികെ ആദരിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിൽ തന്നെ ട്രസ്റ്റ് ചെയ്ത്, കർത്താവിൽ തന്നെ ആശ്രയിച്ച്, കർത്താവിൽ തന്നെ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. കരങ്ങൾ ഉയർത്തി പറ, കാത്തിരുന്ന് ഒരിക്കലും നഷ്ടമല്ല, ഇതൊരു ആത്മീക നിക്ഷേപമാണ്. ഈ ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് ഒരു നഷ്ടമല്ല, ഇതൊരു ആത്മീക നിക്ഷേപമാണ്. ഹല്ലേലൂയ. ഇനി അടുത്തത്, ദൈവം കരമുയർത്തി പറ, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നിശ്ചയമായിട്ടും എൻ്റെ സാഹചര്യം മാറും, എൻ്റെ ദേശത്തിൻ്റെ സാഹചര്യം മാറും, എൻ്റെ ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങൾ മാറുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാമോ, ഒരു ജെന്യൂനായിട്ടുള്ള യഥാർത്ഥമായ ഒരു പ്രാർത്ഥന ഉയർന്നാൽ നിശ്ചയമായിട്ടും ദൈവിക പ്രവൃത്തി നടന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതുമാത്രമല്ല, എൻ്റെ ശത്രുക്കളെ നിശബ്ദമാക്കി കളയും. ആമേൻ, ആമേൻ. അതുപോലെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവിക മറുപടി വരുമ്പോൾ അതിനകത്ത് വലിയ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. ആമേൻ. ചോദിച്ചവരുടെ മുമ്പിൽ ഒരു അത്ഭുത മറുപടിയായി ഈ ഉപവാസ പ്രാർത്ഥനകൾ മാറട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മഹത്വം നൽകട്ടെ, വലിയ അനുഗ്രഹങ്ങൾ തരട്ടെ. ഇന്നത്തെ പകൽക്കാലം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയണം. കണ്ടോ, ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയണം. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, ദൈവികമായ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സംഭവിക്കും. അവൻ നിങ്ങളെ ഒരു സാക്ഷ്യമാക്കി മാറ്റുകയും ചെയ്യും. കരമുയർത്തി ഒന്നുകൂടെ പറ, എൻ്റെ പ്രാർത്ഥന കേട്ട കർത്താവിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ കാത്തിരിപ്പിൻ്റെ കാലത്തെ മാറ്റി എന്നെ ക്രിസ്തുവിലുള്ള
മറുപടികളുടെ വെളിപ്പെടുത്തലുകളുടെ ദിവസങ്ങളാക്കി തീർത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കുഴിയിൽ നിന്നും, നാശകരമായ കുഴിയിൽ നിന്ന് ഉയർത്തി എന്നെ സ്റ്റേബിൾ ആക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വായിൽ പുതിയ പാട്ട് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശു എനിക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുത ദിവസമായി മാറും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഈ ചാപ്റ്ററിൻ്റെ ഈ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. അത്ഭുതത്തിൻ്റെ ദിവസമായി മാറും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞാട്ട് നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.